എക്സ്ക്യൂസ് മീ സർ. ആ യെസ്, ഇരിക്കണം. ഒരു മിനിറ്റ്. ഓക്കെ സർ. ചേട്ടാ ഒന്ന് വേഗം പോയോട്ടോ. ഭഗവാനെ, ആ വീഡിയോ പ്രണവ് കാണല്ലേ. ആ ഫയല് നോക്കാം. ഓ ഓക്കെ. നിനക്കിപ്പ കാണിച്ചു തരാടി. ശിവാനി, നീ തീർന്നടി. ഇന്നത്തോടെ നീ ഈശ്വരമംഗലത്ത് നിന്ന് പുറത്താ. നടുത്തെരുവിലായിരിക്കും ഇനി നിന്റെ ജീവിതം. ഇതിൽ നോട്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ എക്സ്പെൻസും സെപ്പറേറ്റ് എമൗണ്ട് ആഡ് ചെയ്തിരിക്കുന്നതും ഈക്വൽ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. എനിക്കൊരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ട്. ദാ സർ, ഇതൊരിക്കലും ഈക്വൽ ആവില്ല. സെപ്പറേറ്റ് ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നതിൽ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ നോട്ട് ചെയ്തത് ഒരു 50 lakhs അഡീഷൻ വന്നിട്ടുണ്ട്. വേഗം ചേട്ടാ. എന്തായാലും ഇതിന്റെ ഒരു ഫൈനൽ ഡിസിഷനായി സെയിൽസ് ടീമുമായിട്ടുള്ള ഡിസ്കഷൻ കഴിഞ്ഞിട്ട് എടുക്കാം. എന്തു പറയുന്നു? ഓക്കെ സർ, അത് മതി. അവരുടെ സജഷൻസും കൂടി നോക്കാമല്ലോ. ആ ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തോളൂ. ശരി സർ. ചേട്ടാ ഇത് കുടിച്ചേ. മാഡം വാൻസ് വേണ്ടേ? ഏതൊരു വീഡിയോ വന്നിട്ടുണ്ടല്ലോ, അത് നോക്കിയില്ല ഇതുവരെ. മാഡം സുഖായിരിക്കുന്നോ മാഡം? ചെക്കപ്പിനൊക്കെ പോവാറുണ്ടോ? വിശേഷം തിരക്കുള്ള സമയം ഒന്ന് പോയ അവിടുന്ന്. അയ്യോ, പ്രണവ മീഡിയ കാണുവാണോ? നിന്നെ ഇപ്പൊ കൈ കെട്ടിയ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. എന്തിനാ ശിവാനി ഇങ്ങനെ കാണിക്കുന്നത് നീ? ഇത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണോ? എന്താ പ്രണവേ, എന്താ പ്രശ്നം? എന്റെ ഫോണിലൊരു വീഡിയോ വന്നു. നോക്ക്, നീ നോക്ക്. ഇന്നലെ ഈ ഫോൺ ചാർജ് കുത്തിയിടാൻ വേണ്ടി ഞാൻ ഏൽപ്പിച്ചല്ലേ. കുത്തിയിടുന്ന ഞാൻ കണ്ടതുവാ. എന്നിട്ട് സ്വിച്ച് ഓൺ ആക്കിയില്ല അല്ലേ? ആ വീഡിയോ ഒന്ന് കാണാന്ന് എഴുതി പ്ലേ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയി. സോറി പ്രണവ്, ഞാൻ മറന്നുപോയി കാണും. വല്ലാത്തൊരു മറവി തന്നെ. ഇന്ന് എന്തൊക്കെ തിരക്കുള്ള ദിവസമാണെന്ന് അറിയാമോ? ഉച്ച വരെ ഒരു 500 മീറ്റിംഗ് ഉണ്ട്. അതുപോലെ ഒരുപാട് കോൾസും വരാൻ കിടപ്പുണ്ട്. വലിയ കഷ്ടമാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഞാൻ സോറി പറഞ്ഞില്ലേ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. സത്യം പറഞ്ഞാ ചാർജ് കുറഞ്ഞാൽ ഞാനും നോക്കിയില്ല. ഓഫ് ആയപ്പോഴേ അറിയുന്നേ. ഒന്ന് ചാർജിലിട്ടേക്കാം. അല്ല, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? അതെന്താ, എനിക്കിങ്ങോട്ട് വരാൻ പാടില്ലേ? വീട്ടിലിരുന്നപ്പോ എനിക്ക് പെട്ടെന്ന് പ്രണവിനെ കാണണമെന്ന് തോന്നി. അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. സർ, സെയിൽസ് ടീം റെഡിയാണ് സർ. ഞാൻ ഈ ഫോൺ ഒന്ന് ഓൺ ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാം. സർ, ഉച്ചയ്ക്ക് മുമ്പേ മെയിൽ അയക്കാനുള്ളതാണ്. മീറ്റിംഗ് കഴിയാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ജോർജ് പൊക്കോ, ഞാനിപ്പോ വരാം. ഒരു 5 minutes. ഓക്കെ സർ. ഇത് ഓൺ ആവുമെന്ന് നോക്കട്ടെ. എന്താ പ്രണവ് ഇത്? സ്റ്റാഫുകൾ മുഴുവൻ പ്രണവിനെ അവിടെ വെയിറ്റ് ചെയ്യല്ലേ? വേഗം മീറ്റിങ്ങിന് പോയേ. ജസ്റ്റ് 1 minute ഒന്ന് ഓൺ ആയി കഴിഞ്ഞാൽ ആ വീഡിയോ എന്താണെന്ന് നോക്കിയിട്ട് പോവാലോ. ഈ ആരെങ്കിലും ഒക്കെ അയക്കുന്ന വീഡിയോസ് കാണുന്നതാണോ ഇപ്പൊ മുഖ്യം? കുറച്ചേരം അതൊന്ന് ചാർജ് കിടക്കട്ടെ.
ഒരു 20% ചാർജ് ആവുമ്പോൾ ഞാനിതെടുത്ത് കോൺഫറൻസ് ഹാളിൽ കൊണ്ടുതരാം. അതുപോലെ ആ ഓക്കെ, അതും മറന്നു പോകരുത്. കുറച്ച് കഴിയുമ്പോൾ ഫോണൊക്കെ കൊണ്ടുവരണം കേട്ടാ, കോൾസ് വരാനുള്ളതാ. ലാസ്റ്റ് 234. ഇത് അവന്റെ നമ്പറാണല്ലോ. എന്താ അവന് പറയാനുള്ളതെന്ന് നോക്കാം. മിസ്റ്റർ പ്രണവ്, നിങ്ങളുടെ ഫോണിലേക്ക് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. ഒരു സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിത് അയക്കുന്നത്. ആ സത്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വൈഫ് ശിവാനി പ്രഗ്നൻ്റ് അല്ല എന്നുള്ളതാണ്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാവും. ശിവാനി നിങ്ങളെ ഒന്നാന്തരമായി പറ്റിച്ചിരിക്കുകയാണ് മിസ്റ്റർ. നിർത്തണോ? നീ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നേ? അത് ശരി, ഇതിനിടയ്ക്ക് നീ അങ്ങ് എത്തിയല്ലേ. പ്രണവിനപ്പോ ആ വീഡിയോ കാണാൻ നീ അനുവദിച്ച ലക്ഷണമില്ലല്ലോ. അത് സാരമില്ല, ആ ഫോണിലേക്ക് വീഡിയോ അയച്ചു കൊടുത്താൽ നീ തടസ്സം നിൽക്കുമെങ്കിൽ ഇനി നേരിട്ട് തന്നെ ഞാൻ പ്രണവിനെ വീഡിയോ കാണിച്ചു കൊടുത്തോളാം. അമലേ, ആവശ്യമില്ലാത്ത പണികൾ കാണിക്കരുത്. എടാ, നിന്റെ ശല്യം കൂടി വന്നതുകൊണ്ട് ഞാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കിയത്. നിനക്കിപ്പോ എന്താ വേണ്ടത്? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഓഹോ, അങ്ങനെയായോ? നീയൊന്ന് താഴ്ന്നു വന്ന ലക്ഷണം ഉണ്ടല്ലോ ഇപ്പോ. എടാ, എന്റെ ഗതികേടായത്. നീ പറയുന്ന എന്ത് വേണമെങ്കിലും തരാൻ ഞാൻ. ദേവി എന്റെ കുടുംബം നശിപ്പിക്കരുത്. നിനക്ക് 2 ലക്ഷം രൂപയല്ലേ വേണ്ടത്? അത് ഞാൻ കൊണ്ടുവരാം. എനിക്ക് നീയുമായിട്ടുള്ളത് പ്രതികാരമല്ല ശിവാനി, ഇതൊരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ആയ സ്ഥിതിക്ക് 2 ലക്ഷം എന്നുള്ള എമൗണ്ട് ഞാനൊന്ന് മാറ്റിപ്പിടിക്കുക. 5 ലക്ഷം. എനിക്ക് 5 ലക്ഷം നിനക്ക് എപ്പോൾ തരാൻ പറ്റും? 5 ലക്ഷം? അതിപ്പോ എങ്ങനെയാ? ഇനി ബാർഗൈനിങ് ഒന്നുമില്ല. എപ്പോൾ തരാൻ പറ്റും അത് മാത്രം നീ പറഞ്ഞാൽ മതി. എടാ, നാളെ തന്നെ തരാം. നീ ഒന്നും ചെയ്യല്ലേ? എന്താ ഭയം എടുക്കണം ശിവാനി? ഫോൺ വയ്ക്കുന്നേ. ഹലോ, ആദ്യം വീഡിയോ ഡിലീറ്റ് ചെയ്യട്ടെ.